കുറച്ച് ദിവസമായിട്ട് എവിടെ നോക്കിയാലും ഇതന്നെയാണ്. എമ്പുരാന്റെ അപ്ഡേറ്റ്സ് എവിടെ, എന്താണ് ആരും പ്രൊമോട്ട് ചെയ്യാത്തത്, ട്രെയിലറിന്റെ അനൗൺസ്മെന്റ് എവിടെ, റിലീസ് ഡേറ്റ് മാറ്റി വെച്ചു എന്ന് വരെ ആൾക്കാർ പറയുന്നുണ്ട്. ഉള്ളത് പറയാലോ, ഇത്രയും റൂമേഴ്സ് കേട്ടിട്ടും നമ്മളിവിടെ വീഡിയോ ചെയ്യാതിരുന്നത് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന ഏറ്റവും വലിയ സിനിമയല്ലേ. ആരൊക്കെയോ പറയുന്ന റൂമേഴ്സ് കേട്ടിട്ട് നമ്മൾ അതിന് നെഗറ്റീവ് അടിക്കുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ്. അപ്പൊ പിന്നെ ഇപ്പൊ വീഡിയോ ചെയ്തത് ഇതിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്താണ് പ്രശ്നമെന്നും ഇതിൽ റിലീസ് ഡേറ്റിനെ കുറിച്ചൊക്കെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ലൈക്ക പ്രൊഡക്ഷൻസ് തന്നെയാണ്. ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ഓൺ ബോർഡ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു നെഗറ്റീവ് വൈബ് അടിച്ചതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്കന്റെ ഒരു സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാൽ അവര് ഈ വലിയ സ്റ്റാർ ഉണ്ടോ എന്നാ സിനിമ ചെയ്യാം എന്നൊരു ലൈനിലാണ്. അല്ലാതെ ഇതൊക്കെ ഓഡിയൻസ് കാണോ, ഓഡിയൻസിന് ഇത് ആവശ്യമുണ്ടോ, അങ്ങനെ ഒന്നും അവർ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ എമ്പുരാന്റെ വൈഡ് ആയിട്ടുള്ള ഒരു റിലീസ് ആണല്ലോ. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആശീർവാദും ലൈക്കും തമ്മിൽ ഒരു ഡീലിൽ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ വിടാമുയർച്ചയും കൂടെ ഫ്ലോപ്പ് ആയപ്പോൾ ഈ ലൈക്കന്റെ കയ്യിലുള്ള പൈസയൊക്കെ കഴിഞ്ഞു എന്നാ തോന്നുന്നത്. അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് ലൈക്ക ഇൻവെസ്റ്റ് ചെയ്ത 75 കോടി അവര് മടക്കി ചോദിച്ചു. അതും പോരാഞ്ഞിട്ട് ഒരു 10 കോടി കൂടെ എക്സ്ട്രാ കൂടെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ പ്രശ്നം തീരാത്തത് കൊണ്ടാണ് പുതിയ പ്രൊമോഷൻസിന്റെ കാര്യങ്ങളൊന്നും ഇവർ ചെയ്യാത്തത്. ഈ പ്രശ്നം തീർത്താലേ സിനിമ പറഞ്ഞ ഡേറ്റിൽ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. അപ്പൊ ഇനി ആരും പേടിക്കേണ്ട, അതിനൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. 27-ാം തീയതി തന്നെ സിനിമ റിലീസ് ചെയ്യും. 3 മിനിറ്റ് 51 സെക്കൻഡ് ഉള്ള ട്രെയിലറും പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ. അപ്പൊ അത്രേ ഉള്ളൂ ഈ കാര്യങ്ങൾ. ഇനി ബാക്കി 27-ാം തീയതി നമുക്ക് നോക്കാം.